ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യത്തെ 2 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായതോടുകൂടി ഈ സീസണിലെ ബാലൻഡിയോർ പവർ റാങ്കിങ് പുറത്തേക്ക് വന്നിരുന്നു. പുതുക്കിയ പവർ റാങ്കിങ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ 2 പവർ റാങ്കിങ്ങുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്കോർ 90ൻ്റെ പ്രോബബിലിറ്റി ഒന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിവ് മീ സ്പോർട്ടിൻ്റെ ഒരു റാങ്കിങ്ങും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലയണൽ മെസ്സി ഇപ്പോൾ മുൻനിരയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. 2 റാങ്കിങ്ങുകളിലും നമുക്ക് മെസ്സിയെ കാണാൻ കഴിയും. വേൾഡ് കപ്പിലെ ആദ്യത്തെ 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി സ്വന്തമാക്കിയത്. ഇതോടുകൂടിയാണ് വലിയ ഒരു കുതിപ്പ് ഇപ്പോൾ മെസ്സി നടത്തിയിട്ടുള്ളത്. ഏതായാലും സ്കോർ 90ൻ്റെ ബാലൻഡിയോർ പ്രോബബിലിറ്റിയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. 1-ാം സ്ഥാനത്ത് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയ്ൻ ആണ്. 30% അദ്ദേഹം ബാലൻഡിയോർ നേടാനുള്ള ഒരു സാധ്യത. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. 2-ാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ വരുന്നു. 14% സാധ്യതകൾ കിലിയൻ എംബപ്പയ്ക്ക് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ലയണൽ മെസ്സി വരുന്നു. 3-ാം സ്ഥാനത്തേക്ക് കടന്നു വരാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 12% പ്രോബബിലിറ്റി മെസ്സിക്കുണ്ട്. അതേസമയം യമാലിനും 12% പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. യമാൽ 4-ാം സ്ഥാനത്തുണ്ട്. 5-ാം സ്ഥാനത്ത് ഡെംബലെ വരുന്നു. 9% സാധ്യതകളാണ് ഇപ്പോൾ ഡെംബലയ്ക്ക് ഉള്ളത്. ഇങ്ങനെയാണ് സ്കോർ 90ൻ്റെ ഒരു ബാലൻഡിയോർ പ്രോബബിലിറ്റി വരുന്നത്. ഹാരി കെയ്ൻ 1-ാം സ്ഥാനത്താണ്. അതേസമയം 3-ാം സ്ഥാനത്തേക്ക് കയറി വരാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗിവ് മീ സ്പോർട്ടിൻ്റെ ഒരു പവർ റാങ്കിങ്, പുതുക്കിയ പവർ റാങ്കിങ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുകയാണ്. അവരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ഡെംബലയാണ് വരുന്നത്. PSG-ക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം ഇത്തവണയും നേടാൻ ഡെംബലയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹമാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ, 3-ാം സ്ഥാനത്ത് ലാമിൻ യമാൽ, 4-ാം സ്ഥാനത്താണ് സാക്ഷാൽ ലയണൽ മെസ്സി ഉള്ളത്. അവരുടെ റാങ്കിങ്ങിലും മെസ്സി ഇപ്പോൾ മുന്നോട്ട് കയറി വന്നു എന്നുള്ളതാണ്. വേൾഡ് കപ്പിലെ ഒരു പ്രകടനം മെസ്സിക്ക് തുണയാവുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 5-ാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ, 6-ാം സ്ഥാനത്ത് ഒലീസെ, 7-ാം സ്ഥാനത്ത് ക്വാരഷ്കേലിയ, 8-ാം സ്ഥാനത്ത് ഡക്ലാൻ റൈസ്, 9 ഏർലിംഗ് ഹാലൻഡ്, 10 വീട്ടീഞ്ഞ, 11 ലൂയിസ് ഡയസ്, 12 വിനീഷ്യസ്, 13 പെഡ്രി, 14 ബ്രൂണോ ഫെർണാണ്ടസ്, 15 ഡെസിയെ ഡുവെ, 16 ജാവോ നെവസ്, 17 ഡേവിഡ് റയ, 18 റാഫീഞ്ഞ, 19 ഗബ്രിയേൽ മഗല്ലസ്, 20 ഹൂലിയൻ ആൽവറസ്. ഇങ്ങനെയാണ് ആദ്യത്തെ 20 സ്ഥാനക്കാർ വരുന്നത്. ഏതായാലും പുതിയതായി കൊണ്ടുവന്ന 2 പവർ റാങ്കിങ്ങുകളിലും മെസ്സി ഇപ്പോൾ ആദ്യ 5-ൽ ഇടം നേടി എന്നുള്ളതാണ്. വേൾഡ് കപ്പിലെ ഒരു പ്രകടനം മെസ്സിക്ക് തുണയാകുന്നു. കൂടാതെ MLS-ലും മികച്ച പ്രകടനമാണ് മെസ്സി പുറത്തെടുക്കുന്നത്. ഈ സീസണിൽ 14 മത്സരങ്ങൾ കളിച്ച മെസ്സി 19 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതായത് 12 ഗോളുകളും 7 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മെസ്സിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.